നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എ പിയുടെ സെക്കൻഡ് എക്സസൈസിലെ തേർഡ് ക്വസ്റ്റ്യന്റെ 2 ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അതായത് നമുക്കൊരു എ പി തന്നിരിക്കും, അതിനകത്ത് മിസ്സിംഗ് ആയിട്ട് വരുന്ന ടേം കണ്ടുപിടിക്കുക. അതായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പൊ അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3, 5-9 ആയിട്ട് 1/2. ഇവിടെ 4 ടേമാണ് നമുക്ക് ടോട്ടൽ തന്നിരിക്കുന്നത്. അതിൽ സെക്കൻഡ് ടേമും തേർഡ് ടേമും മിസ്സിംഗ് ആണ്. അപ്പൊ എങ്ങനെയാണ് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുക? ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. തന്നിരിക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് തന്നിരിക്കുന്നത്. അതായത് A1 = A 5. നമ്മൾ ഫസ്റ്റ് ടൈമിനെ A എന്നും പറയും, അതർവൈസ് A1 ഇല്ലേ? അപ്പോൾ A1 = A 5. സെക്കൻഡ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കണം ഇല്ലേ? ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വഴിയൊന്നുമില്ല, അടുപ്പിച്ചുള്ള നമ്പേഴ്സ് മിസ്സിംഗ് ആണ്. അപ്പോൾ ഇനി എന്താണ് മാർഗം എന്ന് നോക്കാം. 9 and 1/2 എന്ന് പറയുന്നത് A4th ടേം ഇല്ലേ? A4 ആണ്. ഫോർത്ത് ടേം ആണ് 9 and 1/2. നമുക്കറിയാം 9 and 1/2നെ 19/2 ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയാൽ മിക്സഡ് ഫ്രാക്ഷൻ ആയിരുന്നു, അതിനെ നമ്മൾ ഇംപ്രോപ്പർ ആക്കി എഴുതി 19/2 എന്ന് എഴുതി. ഇനി നമുക്ക് ചെയ്യാം A1 = A 5. അങ്ങനെയാണെങ്കിൽ A4നെ നമുക്ക് എങ്ങനെ എഴുതാം? A + 3D = 19/2 എന്ന് എഴുതാം. A തന്നിട്ടുണ്ട് 5 + 3D = 19/2. അങ്ങനെയാണെങ്കിൽ 3D = 19/2 - 5 എന്ന് എഴുതാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എടുത്താൽ 19 - 10 / 2 that is equal to 9/2. 3D = 9/2 or D = 9/2. ഇത് അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും, ഡിവൈഡഡ് ബൈ 3 ആയിട്ട് മാറും. ഡിവൈഡഡ് ബൈ 3 മീൻസ് 3/1. സോ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിലുള്ള ഡിവിഷൻ എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 9/2 × 1/3. 3 3s are 9, so 3/2. നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? കോമൺ ഡിഫറൻസ് 3/2 കിട്ടി. ഫസ്റ്റ് ടേം 5 എന്നും കിട്ടി. ഇനി നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കാമല്ലോ. സെക്കൻഡ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. A2 = A + B. A എന്ന് പറയുന്നത് 5, കോമൺ ഡിഫറൻസ് 3/2. എൽസിയം എടുത്താൽ 5 × 2 10 + 3/2 that is equal to 13/2. ഇനി നമുക്ക് തേർഡ് ടേം കണ്ടുപിടിക്കണം. A3 നമുക്ക് എങ്ങനെ എഴുതാം? A + 2D എന്ന് എഴുതാം. that is equal to 5 + 2 × 3/2 എന്ന് എഴുതാം. 2 × 2 ക്യാൻസൽ ആയിപ്പോ 5 + 3 that is equal to 8. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മിസ്സിംഗ് ആയിട്ടുള്ള ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. -4-6. ഇവിടെ 4 എണ്ണമാണ് മിസ്സിംഗ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന എഴുതാം. ഫസ്റ്റ് ടൈം A1 = A -4. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് A1 A2 A3 A4 A5 A6. സിക്സ്ത് ടേം ആണ് തന്നിരിക്കുന്നത് 6. നമുക്കറിയാം ആറാമത്തെ ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? A + 5D = 6 എന്ന് എഴുതാം അല്ലേ? ഇതിൽ നമുക്ക് A യുടെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -4 + 5D = 6 or 5D = 6 + 4 that is equal to 10 or D = 10/5 that is equal to 2. എന്ത് കിട്ടി? നമുക്ക് കോമൺ ഡിഫറൻസ് ആയ D കിട്ടി അല്ലേ? ഇനി നമുക്ക് ഓരോ ടൈമും A2 A3 A4 A5 കണ്ടുപിടിക്കണം. നമുക്കപ്പോ A2 കണ്ടുപിടിക്കാം. A2 കണ്ടുപിടിക്കാൻ നമുക്കറിയാം A + D ആണ് അല്ലേ? that is equal to -4. A എന്ന് പറയുന്നത് -4 + 2 that is equal to -2. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A3 ആണ്. A3 നമുക്ക് A + 2D എന്ന് എഴുതാം. that is equal to -4 + 2 × 2 that is equal to -4 + 4 0. നെക്സ്റ്റ് ഏതാണ്? A4 is equal to A + 3D. A എന്ന് പറയുന്നത് -4 + 3 × 2 that is equal to -4 + 6 that is equal to +2. Next A5 A + 4D that is equal to -4 + 4 × 2 -4 + 8 that is equal to +4. അപ്പോൾ നമുക്ക് 5 ടേമും A2 A3 A4 A5 കിട്ടിയിട്ടുണ്ട്.
ഏതൊക്കെയാണ്? A2 എന്ന് പറയുന്നത് -2, A3 എന്ന് പറയുന്നത് 0, A4 2, A5 4. ഇത് ഇത്രയും വിശദമായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് ടേം കിട്ടുന്നത്. അതേപോലെ സെക്കൻഡ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് തേർഡ് ടേം കിട്ടുന്നത്. ആൻഡ് സോ ഓൺ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഡയറക്റ്റ് എഴുതാം. സെക്കൻഡ് ടേം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ -4 ആണെങ്കിൽ സെക്കൻഡ് ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? -4 + 2 എന്ന് എഴുതാം. സോ -2. ദെൻ തേർഡ് ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? സെക്കൻഡ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. -2 + 2 0. ഫോർത്ത് ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? തേർഡ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. 0 + 2 2. ഫിഫ്ത്ത് ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫോർത്ത് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. ഫോർത്ത് ടേം 2 ആണ്, കോമൺ ഡിഫറൻസും 2 ആണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? +4. മനസ്സിലായല്ലോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് 38 ഡാഷ് 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 -22. ഇവിടെ 4 ടേംസ് മിസ്സിംഗ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ടേം മിസ്സിംഗ് ആണ്, തേർഡ് ടേം, ഫോർത്ത്, ഫിഫ്ത്ത്. സെക്കൻഡ് ടേമും ഇതേതാണ്? സിക്സ്ത് ടേമും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. A2 = 38, A6 = -22. 1 2 3 4 5 6. നമുക്കിത് A2-നെ നമുക്ക് എങ്ങനെ എഴുതാം? A + D എന്ന് എഴുതാം അല്ലേ? A + D = 38. 6-നെ നമുക്ക് എങ്ങനെ എഴുതാം? A + 5D = -22 എന്ന് എഴുതാം. നമുക്ക് കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും ഇല്ലാതെ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു ടേം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് സോൾവ് ചെയ്യുക. ഈ 2 ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യാം. എലിമിനേഷൻ മെത്തേഡിലൂടെയോ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെയോ സോൾവ് ചെയ്യാം. നമുക്കറിയാം ഇവിടെ 2 A ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്താൽ മതി, എളുപ്പം ആൻസർ കിട്ടും. സോ അഡിറ്റീവ് ഇൻവേഴ്സ് എടുക്കുക. A - A 0, D -5D -4D. That is equal to 38 + 22. എത്ര കിട്ടും? 60. So D is equal to 60 by -4. That is equal to 1 into 4 4. ബാക്കി 20. 5 4s are 20. So 50. കോമൺ ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് ടേം വേണം അല്ലേ? അപ്പൊ ഡിയുടെ വില സബ്സ്റ്റിറ്റ്യൂട്ട്. D is equal to -15 in equation number 1. ഏതെങ്കിലും ഒരു ഇക്വേഷനകത്തോട്ട് കൊടുക്കുക. A plus -15 is equal to 38. Or A is equal to 38 plus 15. That is equal to 53. അപ്പോൾ 53 കോമൺ ഡിഫറൻസ് കിട്ടി, ഫസ്റ്റ് ടേമും കിട്ടി. ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഓരോ ടേമും കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കിട്ടി 53 എന്ന് അല്ലേ? ഇനി നമുക്ക് തേർഡ് ടേം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? A3 എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ പറഞ്ഞു സെക്കൻഡ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. സെക്കൻഡ് ടേം ആയ 38ന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ -15 ആഡ് ചെയ്യുക. എത്ര കിട്ടും? ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ ഡിഫറൻസ് എടുക്കുക. 38ൽ നിന്ന് 15നെ സബ്ട്രാക്ട് ചെയ്യുക. 3 2 23. അടുത്തത് A4 കണ്ടുപിടിക്കണം. A4 എങ്ങനെ കണ്ടുപിടിക്കും? A3യുടെ കൂടെ കോമൺ ഡിഫറൻസ് ആയ -15 ആഡ് ചെയ്യുക. ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര കിട്ടും? 8. അടുത്തത് A5. ഫോർത്ത് ടേം ആയ 8ന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ -15 ആഡ് ചെയ്യുക. എത്ര കിട്ടും? -7. അപ്പൊ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള A1 കിട്ടി. A മീൻസ് A1 കിട്ടി, A3 കിട്ടി, A4 കിട്ടി, A5 കിട്ടി. മനസ്സിലായല്ലോ? ഇത്രയുമുള്ളൂ ആ ഒരു ക്വസ്റ്റ്യന്റെ 5 പാർട്ടായിരുന്നുള്ളത്. അത് ഫുള്ള് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ.